ഒരു 6 വർഷം മുൻപൊക്കെ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കളിപ്പാട്ടക്കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എന്താ വാങ്ങുക? കണ്ണന് ഇപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്താണ്? അവന് എന്തായിരിക്കും ഇഷ്ടം ഉണ്ടാവുക എന്നൊക്കെ ആലോചിച്ചിട്ട് അവന് പറ്റിയത് എന്താണെന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എന്തും വാങ്ങിക്കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അവന് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവന് യൂസ്ഫുൾ ഉള്ളത് എന്താണെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് ആ കൺഫ്യൂഷനൊന്നും ഇല്ല. കല്യാണം ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് അത് വാങ്ങ് ഇത് വാങ്ങുന്നൊക്കെ. അപ്പം ഞങ്ങൾ അമ്പലപ്പുഴയിൽ നിന്ന് നേരെ വന്നത് കണിച്ചുകുളങ്ങര അമ്പലത്തിലേക്കാണ് കേട്ടോ. എനിക്ക് കുറേ പേര് മെസ്സേജ് ഇങ്ങനെ അയക്കാറുണ്ട്, കണിച്ചുകുളങ്ങര വായോ അവിടെ ഉണ്ണിനെ ചിക്കര ഇരുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പക്ഷെ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഈ അമ്പലത്തെ പറ്റി പോലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുമ്പോഴൊക്കെയാണ് എനിക്ക് അമ്പലത്തെ പറ്റിയൊക്കെ അറിയാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് നമ്മൾ വരുന്ന വഴിയിൽ തന്നെയാണ് ഈ കണിച്ചുകുളങ്ങര അമ്പലം എന്ന് കണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാം. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു. അവിടെ അപ്പോൾ നടയൊക്കെ അടച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു. കുട്ടികളെ ചിക്കരയൊക്കെ ഇരുതുന്ന ഒരു പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് കേട്ടോ. അപ്പോഴാണ് ഈ അദൃശ്യമായിട്ട് കൃഷ്ണ ചേച്ചി വിളിക്കുന്നത്, നിങ്ങൾ അമ്പലപ്പുഴ പോയോ, ഞങ്ങളിവിടെ കണിച്ചുകുളങ്ങര അമ്പലത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തേ ഇവിടെ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളെ കാണാനായിട്ട് അങ്ങോട്ട് വന്നു. അവരുടെ റൂമൊക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഉണ്ണികളെ ചിക്കര ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിക്കായിരുന്നു എന്താണ് ആ വഴിപാട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു. അപ്പോൾ തലേ ദിവസം അവിടെ വർത്തമാനം പറയാത്തൊരു കുട്ടി വർത്തമാനം പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് വല്യമ്മമാർ പുഴുക്കൊക്കെ ഉണ്ടാക്കുക, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവിടെ വഴിപാടുകൾ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പായസം കുറുക്ക് പോലൊരു സാധനം അങ്ങനെയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം ഞങ്ങളുടെ സ്കിപ്പായി ഉണ്ടായിരുന്നു. കണ്ണൻകുട്ടിക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വെള്ളവും അതൊക്കെ കഴിച്ചിട്ട് വിശക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് പിന്നെ ഒരു മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മസാല ദോശ കഴിക്കാനൊക്കെ ആയിട്ട് കയറിയതായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിക്കുള്ള ഭക്ഷണമൊക്കെ നമ്മൾ അവൻ്റെ കുറുക്കുകളും പഴം സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും സ്റ്റോക്കായിട്ട്. അപ്പം അവന് ഇങ്ങനെ കഴിക്കാൻ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാമെന്നല്ലാതെ ഹോട്ടലിൽ നിന്നൊക്കെ ഇങ്ങനെ അവൻ്റെ വയറ് നിറയാനുള്ളത് അവന് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവനുള്ള ഭക്ഷണങ്ങൾ അവൻ്റേതായിട്ടുള്ള ഫുഡ് തന്നെ. പക്ഷേ ആൾക്ക് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ വായ തുറന്നിരിക്കുക അല്ലെങ്കിൽ ഒന്ന് നുണയോ ഒരു കൊതി കാണിക്കുക അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് കഴിക്കുന്നില്ല. ഒരു ഇങ്ങനെ ദോശയുടെയൊക്കെ ആണെങ്കിൽ അറ്റത്തുനിന്ന് കുറച്ച് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ അവനായിട്ട് ഞങ്ങൾ ചിലപ്പോൾ വേറെ ഇഡലി അങ്ങനെയൊക്കെ മേടിക്കും. അപ്പോൾ അതെന്തെങ്കിലും പഞ്ചസാര ഇട്ടിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് വന്നപ്പോൾ മറ്റേ ആശ എന്ന് പറയുന്ന ചേച്ചി ഉണ്ടല്ലോ, ചേട്ടൻ്റെ ഫ്രണ്ട്, അപ്പോൾ ആളിങ്ങനെ ടോയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീര ചേച്ചി കണ്ണനൊരു ഉരുളിയിലിരിക്കുന്ന കുഞ്ഞി കൃഷ്ണനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ആൾ അതൊക്കെ ആയിട്ട് ഭയങ്കര കളിയിലാണേ.